സാർ നമസ്കാരം. നമസ്കാരം. CPM നേതാക്കൾക്ക് എപ്പോഴും ഭീഷണിയായി ഉയർന്നു വരുന്നത് അവർ തന്നെ കൊണ്ടുവന്ന ചില കൊട്ടേഷൻ സംഘങ്ങളാണ്. എതിരാളികളെ വെട്ടിയൊതുക്കുന്നതിന് വേണ്ടി CPM വളർത്തിക്കൊണ്ടുവന്ന ചില ആളുകൾ അവർക്ക് തന്നെ പിന്നീട് പാരയാവുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പോലീസ് കസ്റ്റഡിയിലായി. കഴിഞ്ഞ ദിവസം അയാളെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പിന് വേണ്ടി എറണാകുളത്തും അതുപോലെ കോതമംഗലത്തുമെല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലെല്ലാം നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് അർജുൻ ആയങ്കിയുടെ ശാരീരിക ഭാഷയും പെരുമാറ്റ രീതികളും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഗുരുതരമായ മറ്റൊരു വിഷയം കൂടി ഉയർന്നു വരുന്നു. അർജുൻ ആയങ്കിക്ക് CPMലുള്ള സമുന്നതരായ പല നേതാക്കളെയും അറിയാമെന്നും അവരുടെ വ്യക്തിബന്ധങ്ങളും അവരുടെ സാമ്പത്തിക വശങ്ങളും ഇവരുടെ പല ആളുകളുടെയും വീട്ടിൽ രഹസ്യ നിലവറകളുണ്ട്. ആ നിലവറകളിൽ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്, അതും അനധികൃതമായാണ് എന്നുള്ള വിവരങ്ങളെല്ലാം തനിക്കറിയാം. ഈ വിവരങ്ങൾ തൻ്റെ ഫോണിലുണ്ടായിരുന്നു, എന്നാൽ ഈ ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങൾ അർജുൻ ആയങ്കി പുറത്തുവിടുമ്പോൾ അർജുൻ ആയങ്കി സമൂഹമധ്യത്തിൽ കഴിയുന്നത് ചില CPMലെ തലമുതിർന്ന നേതാക്കന്മാർക്ക് വലിയ ഭീഷണിയായിരിക്കും. അതായത് അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ, അവരുടെ പ്രതിച്ഛായയ്ക്ക് ഭീഷണിയാവുന്ന രീതിയിൽ അർജുൻ ആയങ്കി ഇങ്ങനെ പുറത്തു നടന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷയമായിരിക്കും. എന്തായാലും ഇപ്പോൾ അർജുൻ ആയങ്കി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. എന്നാൽ ദീർഘകാലത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാവുന്ന വകുപ്പുകളൊന്നും അർജുൻ ആയങ്കിയുടെ കേസുമായി ഇല്ല എന്നുണ്ടെങ്കിൽ അർജുൻ ആയങ്കി ജാമ്യത്തിൽ ഇറങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ അർജുൻ ആയങ്കി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ CPMലെ തലമുതിർന്ന പല നേതാക്കന്മാരുടെയും തല തെറിക്കും എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. അഥവാ അവർക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കില്ല. അവരുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെയും രഹസ്യ നിലവറകളുടെയും രഹസ്യങ്ങൾ അർജുൻ ആയങ്കി വെളിവാക്കും എന്ന് വരുമ്പോൾ ഇവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയെങ്കിൽ അർജുൻ ആയങ്കിയുടെ ജയിലിന് പുറത്തുള്ള ജീവിതവും ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇത്തരം ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? അല്ല, ജയിലിന് പുറത്തുള്ള ജീവിതം വേണ്ട എന്ന് വെച്ചിട്ടാണല്ലോ അർജുൻ ആയങ്കി പിടികൊടുത്തത്. അതിന് വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തലയെ തന്നെ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തന്നെ വെല്ലുവിളിച്ച് FB പോസ്റ്റ് ഇട്ടത്. അങ്ങനെയെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യട്ടെ, അങ്ങനെ ജയിലിൽ പോകട്ടെ എന്നുള്ളതായിരുന്നു ആ അർജുൻ ആയങ്കിയുടെ തീരുമാനം. അത് കൃത്യമായി നടപ്പിലാക്കി അതിൽ പോലീസ് വീണു. അങ്ങനെ അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് 2 ഫോണുകൾ അദ്ദേഹത്തിൻ്റെ അഴീക്കോടുള്ള വീട്ടിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തത്. ആ പിടിച്ചെടുത്ത ഫോണുകളിൽ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണുള്ളത്. കണ്ണൂരിലെ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട മാർക്സിസ്റ്റ് നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കൊട്ടേഷൻ്റെയും അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ രഹസ്യങ്ങളുമാണ് ആ ഫോണിലുള്ളത്. അത് പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരെയും രഹസ്യങ്ങളുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്താണ്? ഈ അർജുൻ ആയങ്കിയുടെ ഫോണിലെ എല്ലാ വിവരങ്ങളും ഫോർമാറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഫോർമാറ്റ് ചെയ്ത വിവരങ്ങൾ വീണ്ടും റിക്കവർ ചെയ്യാൻ വേണ്ടി സൈബർ സെൽ പ്ലാൻ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരും. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് അർജുൻ ആയങ്കി ചില പോലീസ് ഓഫീസർമാരോടും വാർഡന്മാരോടും പറഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പല പ്രമുഖ നേതാക്കന്മാർക്കും രഹസ്യ നിലവറകളുണ്ട്. ഭൂമിക്കടിയിൽ, വീടിൻ്റെ അടിയിൽ വളരെ രഹസ്യ നിലവറകളുണ്ട്. ഈ നിലവറകളിലേക്ക് കടന്നു ചെല്ലുക ആർക്കും കഴിയില്ല തന്നെ. അങ്ങനെയുള്ള നിലവറകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളത് സ്വർണവും അതേപോലെ അനധികൃതമായി അവരുടെ കൈവശമുള്ള നോട്ടുകളും എല്ലാമാണ്. അപ്പോൾ അതേപോലെ ഭൂമി നിയമത്തിനപ്പുറത്തേക്കുള്ള മേടിച്ചിട്ട സ്ഥലത്തിൻ്റെ എല്ലാം ഡോക്യുമെൻസാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ, കൈവശമുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ മാർക്സിസ്റ്റ് നേതാക്കന്മാരെ ബാധിക്കും. അർജുൻ ആയങ്കി ഇപ്പോൾ P ജയരാജന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പിണറായി വിജയനോ അതേപോലെ MV ജയരാജന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ EP ജയരാജനോ MV ഗോവിന്ദന് വേണ്ടിയിട്ടൊന്നും ഈ കൊട്ടേഷൻ ഏറ്റെടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ ലക്ഷ്യം തന്നെ തൻ്റെ മൊബൈലിൽ നിന്ന് ഇത് റിക്കവർ ചെയ്തെടുക്കണം. അങ്ങനെ വരുമ്പോൾ പല പ്രമുഖരായ ആളുകളുടെ രഹസ്യ നിലവറകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരും. അങ്ങനെ വന്നാൽ അത് കേരളത്തിൽ വലിയ ഭൂകമ്പമുണ്ടാക്കും. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ വലിയ ചലനങ്ങൾ, സാധാരണ അണികൾ പോലും നേതാക്കന്മാരെ തല്ലി ഓടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ തന്നെയാണ് അർജുൻ ആയങ്കി
നിൽക്കുന്നത്. തന്നെ ആരാണോ ഒറ്റുകൊടുത്തത്, തന്നെ ആരാണോ പിന്നീട് കുത്താൻ ശ്രമിച്ചത്, ആ മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കൃത്യമായ നിയമത്തിനുള്ളിലേക്ക് കൊണ്ടുവരിക, രക്ഷപ്പെടുക, തുടർന്ന് അർജുൻ ആയിക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏകദേശം 23 കേസുകളാണ് അർജുൻ ആയിക്കുള്ളത്. അതിൽ 14 കേസുകൾ തന്നെ വളപട്ടണം പോലീസ് സ്റ്റേഷനാണ്. കോതമംഗലത്തുള്ള കേസിലടക്കമാണ് ജാമ്യത്തിന് ഹർജി കൊടുക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അർജുൻ ആയിക്ക് പിണറായിക്ക് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിക്കും വലിയ തലവേദനയാണ്. അദ്ദേഹം പല രഹസ്യങ്ങളും പുറത്തുവിട്ടാൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് അർജുൻ ആയിങ്കി എന്ന് പറയുന്ന പല CPM നേതാക്കന്മാരുടെയും എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളാണ്. അത് കൃത്യമായി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ പലർക്കും വേണ്ടി കൊട്ടേഷൻ നടത്തിയതിൻ്റെ എല്ലാ തെളിവുകളും അദ്ദേഹത്തിന് കൈവശമുണ്ട്. അതെല്ലാം പുറത്തു വിടുകയാണെങ്കിൽ പല മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ കലാപം ഉണ്ടാകുമെന്ന് പറയുന്നതിന് കാരണം ചില മാർക്സിസ്റ്റ് നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രമുഖ മാർക്സിസ്റ്റ് നേതാക്കന്മാർ ഏൽപ്പിച്ച കൊട്ടേഷൻ്റെ വിവരം പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ കണ്ണൂരിൽ വലിയ CPM-നുള്ളിൽ വലിയ കലാപം ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത.